Assalamu Alaikum. In the last class we were discussed about the ionic bond. Ionic bond ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇൻ ദ അയണിക് ബോണ്ട് there is a special attractive force, that is the electrostatic force. Electrostatic force ആണ് അവിടെ ഉള്ളത്. What is mean by electrostatic force? If the positive and negative ions are present in the ionic bond, such attractive force is called electrostatic force. Okay. So നമ്മൾ ഇന്ന് ഒരു എക്സാമ്പിൾ പഠിച്ചു, സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡ് വി ലേൺഡ് അബൌട്ട് ദ എക്സാമ്പിൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് വി ഓൾസോ ഡ്രോ ദ ഡോട്ട് ഡയഗ്രാം പഠിച്ചു. ഇനി ഒരു എക്സാമ്പിൾ കൂടെ മിസ് ചെയ്യാം, ബാക്കിയുള്ള ടെക്സ്റ്റുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോ മഗ്നീഷ്യം ഓക്സൈഡ് എന്താണ്, നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഡോട്ട് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. മഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ ഒരുമിച്ച് എഴുതുക, കെമിക്കൽ ഫോമിൽ എഴുതുമ്പം ഒരുമിച്ച് എഴുതുക. സോ മഗ്നീഷ്യം ഓക്സൈഡ്. സോ ഹൗ വി ക്യാൻ represent the magnesium oxide? We know that magnesium, what is the atomic number of magnesium? The atomic number of magnesium is 12. So we can write the electronic configuration as 2, 8, 2. And what is the atomic number of oxygen? 8. So we can write 2, 6. 2, 6 ആണ്. അപ്പോൾ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഡോട്ട് ഡയഗ്രാം? എങ്ങനെ നമുക്ക് ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം? സോ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ദർ ഈസ് 2 ഇലക്ട്രോൺ. അപ്പോൾ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പം മഗ്നീഷ്യം അല്ലേ മാം, ഫസ്റ്റ് ഓഫ് ഓൾ വി റൈറ്റ് ദ മഗ്നീഷ്യം, ഫോർമുല ഓഫ് മഗ്നീഷ്യം. ആൻഡ് ഹൗ മെനി ഇലക്ട്രോൺസ്? 2 electrons. In the outermost shell there is 2 electrons. So we represent that. 2 electrons ഉണ്ട്, അതപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. Then we add the plus add ചെയ്യുക. Then oxygen, in the outermost shell of oxygen how many electrons are there? 6 electrons. So 1 2 3 4 5 6 electrons are there. Then we put the arrow there. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് മഗ്നീഷ്യം ദർ ആർ 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുമ്പം എന്ത് ചെയ്യുന്നു, ഓക്സിജൻ അക്സെപ്റ്റ് ദാറ്റ് ഇലക്ട്രോൺ ഓർ ഓക്സിജൻ ഗെയിൻ ദാറ്റ് ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ബിക്കം 2, 8. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ബിക്കം 2, 8 ആയിട്ട് മാറുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിന്ന് 2 നഷ്ടപ്പെട്ടു, ഇതിന് 2 കിട്ടി. അപ്പോൾ ഇതിൻ്റെത് എന്തായിട്ട് മാറി, 2, 8 ആയിട്ട് മാറി. ഇതിൻ്റെയും 2, 8 ആയിട്ട് മാറി. വാട്ട് ചാർജസ് ദേ ഗെറ്റ്? ഇറ്റ് ലോസസ് ദ ഇലക്ട്രോൺ. സോ ഇതിന് എന്ത് ചാർജ്? 2+ അല്ലേ. ഇതെന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ലോസ് ചെയ്യുന്നു. ദെൻ ദേ ഗെറ്റ് ദ പോസിറ്റീവ് ചാർജ് ആൻഡ് വി ക്യാൻ റെപ്രസെൻറ്റഡ് ആസ് 2+. ഇതിനെന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺസിനെ ദേ ഗെയിൻ 2 ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ് ബിക്കം 2-. എന്തായിട്ട് മാറുന്നു, 2- ആക്കി മാറ്റുന്നു. ദെൻ നമുക്ക് ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം, മഗ്നീഷ്യം. ഓക്കെ, മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺസിനെ എന്താണ് ചെയ്യുന്നത്, 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നു. ദെൻ മഗ്നീഷ്യം 2+. ഓക്കെ, മഗ്നീഷ്യം 2+. ദെൻ ഓക്സിജൻ എത്ര ഇലക്ട്രോൺസിനെ കിട്ടി, 8 ഇലക്ട്രോൺസിന്. അപ്പം 1 2 3 4 5 6 7 8. ഓക്കെ, സോ ഇവിടെ എന്താണ്, 2-. ദിസ് ഈസ് ദ ഡോട്ട് ഡയഗ്രാം ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഡോട്ട് ഡയഗ്രാം ആണിത്. ഓക്കെ, സോ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അതുമായിട്ട് ദർ ഇസ് എ റിലേറ്റഡ് ടേബിൾ, അതെന്ന് പറയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 2A2 അല്ലേ, 2A2 ആയിരുന്നു. Then after the chemical reaction it become 2-8. After the chemical reaction it become 2-8. Before the chemical reaction the electronic configuration is 2-6. After the chemical reaction the electronic configuration is 2-8. 2-8 ആയിട്ട് മാറി. Then എന്തായിരുന്നു പിന്നീട്, വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് 12. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ ദ മഗ്നീഷ്യം ലോസസ് 2 ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ് ബിക്കം 10. Okay, and before the chemical reaction the atomic number or the number of electron is 8, and after the chemical reaction it gets the 2 electrons, it gain the 2 electrons and it become 10. Okay, and number of protons, there is no change in the number of protons. What about the charge? Before the chemical reaction there is no charge. After the chemical reaction it become 2+ in magnesium, and before the chemical reaction in oxygen there is no charge. After the chemical reaction it become 2- because it gain the electron. Okay, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അനദർ എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ എന്താണ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ പിന്നെ നമുക്കൊരു എക്സെപ്ഷൻസ് ഉണ്ട്, അത് പറയാം. ഇപ്പം നമ്മൾ സോഡിയം എന്താണ്, സോഡിയം ഓക്സൈഡ് N2O. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല? സോഡിയം Na2O.
സോഡിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുല എന്താണ്? Na2O. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ്? എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്കറിയാം, ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് സോഡിയം ദർ ഈസ് 1 ഇലക്ട്രോൺ. ഓക്കെ, ദെൻ ദർ ഈസ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ആണുള്ളത്? 6 ഇലക്ട്രോൺസ്. ഓക്കെ, സോ 6 ഇലക്ട്രോൺസ്, 1 2 3 4 5 6. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ദെൻ ഇവിടെ 2 സോഡിയം ഇല്ലേ, അപ്പോൾ ആ സോഡിയത്തിന് നമ്മൾ വീണ്ടും റെപ്രസെൻറ്റ് ചെയ്യുക സോഡിയം ഹിയർ, ബിക്കോസ് Na2O. Na2Oയിൽ ദർ ഈസ് 2 സോഡിയം. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പുറം ഇരു സൈഡിലായിട്ട് സോഡിയത്തിനെ കൊടുക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യും? സോഡിയം എന്താണ് ചെയ്യുന്നത്? ഉള്ള ഒരു ഇലക്ട്രോണിനെ അങ്ങ് ലോസ് ചെയ്യും. അപ്പം Na+ ആയിട്ട് മാറി. ഓക്സിജൻ എന്ത് ചെയ്യും? ഈ 2 സോഡിയത്തിൻ്റെയും ഓരോ ചാർജിനെ വീതം സ്വീകരിക്കുന്നു. ഓക്കെ, സോ ഇറ്റ് ബിക്കം 8. സോ ഓക്സിജൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഓക്സിജൻ 2 4 6 8. Okay, so in the oxygen there is 8 electrons. It complete the octet by gaining the 2 electrons from the 2 sodium atoms. 2 sodium atom നിന്നും കൂടെ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺസിനെ കിട്ടുന്നു. Then it become complete the octet, or it complete the stability and become in the outermost shell there is 8 electrons. 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. പിന്നെ ബാക്കി എന്ത് ചെയ്യുന്നു? സോഡിയം എന്ത് ചെയ്യുന്നു? ഒരു സോഡിയം കൂടെ ഉണ്ടല്ലോ, ആ സോഡിയത്തിന് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ്. സോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കോമ്പൗണ്ട്സ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. N2Oയിൽ 2 സോഡിയത്തിൻ്റെ 2 ആറ്റം ഉണ്ടല്ലോ, 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആ 2 ഇലക്ട്രോൺസിനെയും ഓക്സിജന് കൊടുക്കുന്നു. 2 6 ആയിരുന്നു ഓക്സിജൻ, 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് ഇറ്റ് കംപ്ലീറ്റ്സ് ദ ഒക്ടെറ്റ് ആൻഡ് ഇറ്റ് ബിക്കം 2 8. ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ കോമ്പൗണ്ട്സ് ഒക്കെ വരുമ്പം എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, ദെൻ കോവാലൻ ബോണ്ടിങ്. അപ്പോൾ എന്താണ് അയണിക് ബോണ്ടിങ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. പിന്നീട് കോമ്പൗണ്ട്സിൽ എങ്ങനെയാണെന്നുള്ളതുണ്ട്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. സോഡിയം ഫ്ലൂറൈഡ്, യു ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. സോഡിയം ഫ്ലൂറൈഡ് ആൻഡ് magnesium fluoride and send me. Okay, നിങ്ങളത് homework, you done the homework and send me through WhatsApp. Okay, then it compounds formed by ionic bonding are called ionic compound. നമ്മളിവിടെ കോമ്പൗണ്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഏതാണ്? സോഡിയം എന്താണ്? സോഡിയം oxide. Sodium oxide is a compound and the compound formed by ionic bond is called what? Ionic compounds. Ionic bond വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്നതാണ് ionic compounds. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പം we also learned the examples for it, and the compounds formed by the ionic bonds are called ionic compound. Ionic compounds എന്ന് പറയുന്നു. Then covalent bonding. Okay, next section. So first of all we learn about the ionic bonding, and here now we are going to learn about the covalent bonding. Okay, covalent bonding. So in the first section we were discussed about the ionic bonding, and now we are going to learn what is covalent bonding. Covalent bonding endana? Covalent bonding in Malayalam sahasamyojaka bandhanam. Okay, so fluorine, chlorine, oxygen, nitrogen etc. are the diatomic molecules. Diatomic molecules ആണ്. 2 atoms ഉണ്ടല്ലേ, സോഡിയം എന്താണ്? fluorine molecule F2. fluorine, what is the symbol of fluorine? F. It is F2 molecule. Then chlorine is a molecule, chlorine molecule Cl2. Then oxygen is a diatomic molecule because it has 2 electrons. Oxygen O2 diatoms എന്നാണ് ഇതിനെ പറയുന്നത്. diatomic 2 atoms ഉണ്ട് ഇതിൻ്റെ, ഫ്ലൂറിൻ്റെ അല്ലെങ്കിൽ 2 ക്ലോറിൻ്റെ 2 അങ്ങനെ diatomic molecules ആണ്. Okay, so what is the atomic number of fluorine? Fluorine atomic number എന്താണ്? നമുക്ക് ഫ്ലൂറിൻ്റെ കേസ് നമുക്ക് നോക്കാം. Fluorine, what is the atomic number of fluorine? Fluorine atomic number എന്താണ്? 9. What is the atomic number of fluorine? Fluorine atomic number 9 ആണ്. So how we can write the electronic configuration? 27. So 27 ആണ് ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ ഇതെന്ത് ചെയ്യും? ഇതിനെ ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾ എന്താ ഫസ്റ്റ് സെക്ഷൻ അയണിക് ബോണ്ടിൽ എന്തായിരുന്നു ചെയ്തത്? ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയിരുന്നു അല്ലേ? അപ്പോൾ കോവാലന്റ് ബോണ്ടിങ്ങിൽ നോട്ട് ദ ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ദ ഷെയറിങ്. ഇവിടെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. നമുക്ക് എങ്ങനെയാണെന്നത് നോക്കാം. എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത്? ഹൗ ദ ഇലക്ട്രോൺസ് ആർ ഷെയർഡ്.
ഓക്കെ, ഇവിടെ നമ്മൾ ഫ്ലൂറിൻ്റെ കേസ് പറഞ്ഞു. ഫ്ലൂറിനകത്ത് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ദർ ഈസ് 7 ഇലക്ട്രോൺസ്. ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ് ഇറ്റ് വാണ്ട്സ് 1 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, F2 ആണ്. ഓക്കെ, F2 ആണ്. അപ്പം F2 എന്ന് പറയുന്നത് എന്താ, ഡയറ്റോമിക് മോളിക്കൂളാണ്. അപ്പോൾ അവിടെ 2 ഫ്ലൂറിനുണ്ട്. നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പം ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ദർ ഈസ് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 7 ഇലക്ട്രോൺസ്. അപ്പം നമുക്ക് ഫ്ലൂറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫ്ലൂറിനിൽ 7 ഇലക്ട്രോൺസ്. അപ്പം എത്രയാണ്? 1 2 3 4 5. നമുക്ക് അത് ഇങ്ങനെ 1 2 3 4 5 6 7. അപ്പോൾ 7 ഇലക്ട്രോൺസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ദർ ഈസ് 7 ഇലക്ട്രോൺസ്. 2 ഫ്ലൂറിനുണ്ട്. അപ്പം നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം ഫ്ലൂറിൻ. ഓക്കെ, ഇവിടെ 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6. ഇതും കൂടെ കൂട്ടി 7. ഓക്കെ, 7. ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ദർ ഈസ് 7 ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഷെയർ ചെയ്യും. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യും. അപ്പോൾ 2 ഫ്ലൂറിൻ നമ്മൾ വരയ്ക്കുക. എന്നിട്ട് ഇതെങ്ങനെയാണ്, ഹൗ ഇറ്റ് ഷെയർ, എങ്ങനെ ഷെയർ ചെയ്യുന്നു? ഷെയർ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7ാമത്തെ ഇലക്ട്രോൺസ് ഇവിടെ. എന്നിട്ട് ഇതുപോലെ തന്നെ 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? അപ്പം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ വരയ്ക്കാം. അപ്പം എന്ത് ചെയ്യുന്നു? അപ്പോൾ 2 എണ്ണത്തിന് എന്തായിട്ട് മാറി? 2 ഇലക്ട്രോൺസിന് ഇവിടെ 2 ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എത്ര പെയർ? 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? അത് ഷെയർ ചെയ്യുന്നു അല്ലേ. 1 പെയർ ഫ്ലൂറിൻ. ദിസ് ഈസ് എ ഫ്ലൂറിൻ മോളിക്കൂൾ. ഇറ്റ്സ് എ ഡയറ്റോമിക് മോളിക്കൂൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ ഇലക്ട്രോൺസിനെ ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. പരസ്പരം അതെന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. 7 ഇലക്ട്രോൺസ് ആണ്. ഇവിടെയും 7 ഇവിടെയും 7. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ 2 എണ്ണം കൂടെ എന്ത് ചെയ്യുന്നു? അവിടെ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറിയത്? അതിൻ്റെ അവിടെ സിംഗിൾ ബോണ്ടാണ് അവിടെ വരുന്നത്. ഏത് ബോണ്ട്സ് ആണ് വരുന്നത്? സിംഗിൾ ബോണ്ടാണ് വരുന്നത്. അപ്പം ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എത്രയായി? 2 4 6 8. ഇവിടെ അതുപോലെ 2 4 6 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഇതിൻ്റെ 2ൻ്റെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. ത്രൂ ദ പ്രോസസ് ഓഫ് ഷെയറിങ് വഴി എന്ത് ചെയ്തു? ഓരോ ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഇവിടെ എന്ത് ചെയ്തു? ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ ഷെയറിങ് എന്ന് പറയുന്നത് എന്താണ്? കോവാലൻ ബോണ്ടിങ് ആണ്. അപ്പം ഒരു ബോണ്ട് നടക്കുന്നത് ഷെയറിങ് വഴിയാണെങ്കിൽ സച്ച് ബോണ്ട്സ് ആർ കോൾഡ് കോവാലൻ്റ് ബോണ്ട്. അങ്ങനെയുള്ള ബോണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഹിയർ ദേ ഷെയർ ദ ഇലക്ട്രോൺസ്. ഇവിടെ എന്ത് ചെയ്തു? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് ദേ കംപ്ലീറ്റ് ദ ഒക്ടറ്റ്. ഇവിടെ എന്താണ്? അതിൻ്റെ ഓരോ ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് ഷെയർ ചെയ്തത്. ഓരോ ഇലക്ട്രോൺസിനെ വെച്ച് ഷെയർ ചെയ്തു. അപ്പോൾ എന്ത് പറയാം? ഇവിടെ ഒരു പെയർ ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സിംഗിൾ ബോണ്ട് എന്ന് പറയും. ഇവിടെ ഒരു പെയർ ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം? ഇവിടെ സിംഗിൾ ബോണ്ടാണുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് അല്ലേ. ഓരോ പെയറാണ്, അതായത് 2 ഇലക്ട്രോൺസ് ഓരോ പെയർ. അപ്പം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സിംഗിൾ ബോണ്ടാണ് ഇവിടെ നടന്നത്. അപ്പോൾ സിംഗിൾ ബോണ്ടിനെ എഫ്, സിംഗിൾ ബോണ്ട് എഫ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ. അപ്പോൾ ഫ്ലൂറിനിലെ ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇൻ ഫ്ലൂറിൻ ദർ ടേക്സ് പ്ലേസ് ദ സിംഗിൾ ബോണ്ട്. ഓരോ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഒരു പെയർ ഇലക്ട്രോൺസിനെയാണ് അവ ഷെയർ ചെയ്തത്. ദെൻ ഹൗ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ്? നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫ്ലൂറിൻ എഫ് സിംഗിൾ ബോണ്ട്. ഇതിനെന്താണ് പറയുന്നത്? സിംഗിൾ ബോണ്ട്. എഫ് സിംഗിൾ ബോണ്ട് എഫ്. അപ്പോൾ ഇവിടുത്തെ ആ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, നമുക്ക് ഇനി സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അതിനും കൂടെ എക്സാമ്പിൾ നോക്കാം. വി ക്യാൻ ചെക്ക് ദ എക്സാമ്പിൾസ് ഫോർ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്കറിയാം ഓക്സിജൻ്റെ കേസിൽ എത്ര? ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ദർ ഈസ് ദ അറ്റോമിക് നമ്പർ 28 ആൻഡ് വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 26. ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ദർ ഈസ് 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഡയറ്റോമിക് മോളിക്കൂളാണ് ഓക്സിജൻ. അതുപോലെ ഇവിടെയും ഓക്സിജൻ 1 2 3 4 5 6 ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്? അപ്പോൾ 2ൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് അതിൻ്റെ 2 പെയർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പം ഹൗ ഇറ്റ് എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഓക്സിജൻ 2
എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. 2 4, അപ്പോൾ ഇത് 6. അതുപോലെ തന്നെ ഇവിടെ ഓക്സിജൻ 2 4, അപ്പോൾ എന്താണ് 2 4, പിന്നീട് എന്ത് ചെയ്യുന്നു 6. ഓക്കെ, സോ എന്താണ് ഹൗ ഇറ്റ് ഡ്രോ, ഓക്സിജൻ്റെ എന്താണ് 6 ഇലക്ട്രോൺസിനെ നമ്മൾ ഇതാക്കിയേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് പരസ്പരം എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പോൾ 2 ഇലക്ട്രോൺസ്, അത് 2 6 ആണ്. അപ്പം ബാക്കി 4 നമ്മൾ ഇങ്ങോട്ട് വരച്ചു, ബാക്കി റിമൈനിങ് 2 നമ്മളിങ്ങനെ അടുത്തടുത്തായിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഷെയർ ചെയ്യുന്നതായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ഹൗ ഇറ്റ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പം ഇത് ഷെയർ ചെയ്തു, കണ്ടോ. അതായത് ഇപ്പം എന്തായിട്ട് മാറി ഈ ഓക്സിജൻ നമ്മളൊന്ന് നോക്കേ, 2 4 6 8, ഇതും 2 4 പിന്നെ 6 8 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ എന്തായി, ഇതിൻ്റെ ഈ ഓക്സിജനിലും 8 ഇലക്ട്രോൺസ്, ഈ ഓക്സിജനിലും 8 ഇലക്ട്രോൺസ്. എത്രയാണ്, 2 4 6 8. ഇതിൻ്റെ ഓക്സിജനിലായിട്ട് 8 ഇലക്ട്രോൺസ് ആയി, ഇവിടെയും 2 4 6 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഓക്കെ, സോ അതെന്ത് ചെയ്തു, ദേ 2 ഓക്സിജൻ ആറ്റംസ് കംപ്ലീറ്റ് ദ ഒക്ടറ്റ്. 2 ഓക്സിജൻ ആറ്റം എന്ത് ചെയ്തു, അവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ബോണ്ടാണ്, ഇവിടെ 2 പെയർ അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് 2 പെയർ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ. അപ്പോൾ ഇവിടെ ഏത് ബോണ്ടാണ്, ഡബിൾ ബോണ്ട്. വിച്ച് ബോണ്ട് ഹിയർ, ദ ബോണ്ട് ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ടാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫ്ലൂറിൻ്റെ കേസിൽ സിംഗിൾ ബോണ്ട്, അത് ഓരോ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് അത് സിംഗിൾ ബോണ്ട്. ഇൻ ദ സെക്കൻഡ് എക്സാമ്പിൾ ഓക്സിജൻ. ഇപ്പോൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, ടെക്സ്റ്റിലും ഉണ്ട് ഇത് ഈ ഡയഗ്രാം. സോ യു ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ് ഓൾസോ ആൻഡ് റെഫർ ദ ടെക്സ്റ്റ് ഓൾസോ. അപ്പം ഇവിടെ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ദെയർ ഈസ് 6 ഇലക്ട്രോൺസ്, 2 4 6 2 4 6. അപ്പോൾ ഇതിൻ്റെ 2 ഇലക്ട്രോൺസിനെ വീതം എന്ത് ചെയ്യുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. 2 ഇലക്ട്രോൺസ് ആണ്, 2 4, അങ്ങനെ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ ഈ ഓക്സിജൻ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 2 4 6 8, ഇതുപോലെ 2 4 6 8. അപ്പോൾ രണ്ടിൻ്റെയും എന്താണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു ബൈ ത്രൂ ഷെയറിങ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ദ 4 ഇലക്ട്രോൺസ്. 2 പെയർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ്. അപ്പോൾ അവിടെ ഏത് ബോണ്ട്, ഓക്സിജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഇനി നമുക്ക് നൈട്രജൻ്റെ കേസ് പരിശോധിക്കാം. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ? എന്താണ് അറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്? എത്രയായിരുന്നു അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? അപ്പം 14 ആണ്. അറ്റോമിക് മാസ് 14 ആണ്. ഓക്കെ, അപ്പം നമ്മളിത് ഔട്ടർ മോസ്റ്റ് ഷെൽ ദെയർ ഈസ് ഹൗ മെനി ഇലക്ട്രോൺസ്? അപ്പം 5 ഇലക്ട്രോൺസ്, അതായത് 7 ആണ് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? 2 6. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? 2 6. അപ്പോൾ നൈട്രജൻ്റെ എന്ന് പറയുന്നത് 7 ആണ്. അപ്പം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2 5. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്, ഓക്സിജൻ്റെത് 8 ആണ്. ഓക്കെ, അപ്പം നമുക്ക് 2 7 ആകുമ്പം 2 5 എന്ന് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് 2 5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ദെയർ ഈസ് 5 ഇലക്ട്രോൺസ്. ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ്? ഇവിടെ 2 ഇലക്ട്രോൺസ് നമ്മൾ എങ്ങനെയാണോ ഈസി ആയിട്ട് വരയ്ക്കുന്നത് അങ്ങനെ നോക്കുക. ഓക്കെ, സോ ഇവിടെ 2 ഇലക്ട്രോൺസ്, ബാക്കി എത്ര ഇലക്ട്രോൺസ്? 3 ഇലക്ട്രോൺസ് നമ്മൾ ഇവിടെ ആയിട്ട് കൊടുക്കുക. ഓക്കെ, 1 2 3 ലൈക്ക് ദാറ്റ്. ഇവിടെ നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ്, അതുപോലെ നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, 1 2 3 4 5. രണ്ടിലും എന്താണ് 5 ഇലക്ട്രോൺസ് വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ പെയർ ചെയ്യും? ഓക്കെ, ഇതെങ്ങനെയാണ് പെയർ ചെയ്യുന്നതെന്നുള്ളതാണ്. നൈട്രജൻ 2 3 4 5. ഇവിടെ നമ്മൾ അതുപോലെ 1 2 3 4 5. ഓക്കെ, സോ നമുക്കിതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതുപോലെ ഓക്കെ, സോ എന്ത് ചെയ്തു? രണ്ടിനും നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. നൈട്രജൻ 1 2 3 4 5 6 7 8. ഇവിടെയും നൈട്രജൻ്റെ ഈ രണ്ടാമത്തെ നൈട്രജനിലും 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ്. രണ്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ in the both of the in the outermost shell there is 8 electrons. They complete the octet. And what is the bond here? They ഷെയർ 3 പെയർ ഓഫ് ഇലക്ട്രോൺസ്. 3 പെയർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ 3 ജോഡി അല്ലെങ്കിൽ 6 ഇലക്ട്രോൺസിനെ. സോ ദേ ഷെയർ 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. ദെൻ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ്? നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ. സോ
So in the covalent bond there is single bond, double bond and triple bond. Single bond ഉണ്ട്, double bond ഉണ്ട്, triple bond ഉണ്ട്. Okay, so in this way we can represent it. And covalent bond എന്ന് പറയുമ്പോൾ എന്താണ്? In ionic bond they transfer electrons and in covalent bond they share electrons. Covalent bondil എന്ത് ചെയ്യുന്നു? അവർ ഷെയർ ചെയ്യുന്നു. ionic bondil എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. Okay, in nitrogen they share 3 pair of electrons and there is the triple bond. Okay, so we learned about the examples for single bond, double bond and triple bond. What are the examples? In the first example we discussed about the fluorine. In fluorine there is what bond? In fluorine single bond ആയിരുന്നു. Then in oxygen it is double bond. Okay, then in nitrogen it is triple bond. Nitrogen what is there? Triple bond. Okay, so എന്താണ് നമ്മൾ പറഞ്ഞത്? അപ്പോൾ എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്? The chemical bond formed as a result of the sharing of electrons. Through the sharing of electrons the covalent bond is formed between the containing atoms is called covalent bond. Ionic bond, the ionic bond is formed by the transfer of electrons and the covalent bond is formed by the sharing of electrons. So in this class we learned about the covalent bond and in covalent bond there is a single bond, double bond and triple bond. Okay, in the next class we will learn more examples for it, and now we can wind up. Thank you.